ഹലോ എവ്രി വൺ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയം ഐ ഹാവ് എ ബ്രൂം. ബ്രൂം എന്നുള്ള പേരെന്താണ്? ചൂല്. ബ്രൂമിന്റെ മീനിങ് ചൂല് എന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പോയിന്റ് ചായ് യോങ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയം മെയിനായിട്ട് കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞ ചൂലാണ്. അപ്പൊ ഈ ഒരു പോയം കാണുമ്പോൾ വളരെയധികം സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോയം ബ്രൂം. ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്നൊരു ടോപ്പിക് ഈ ഒരു പോയത്തിന് ആപ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ പോയത്തിലേക്ക് കടക്കാം. ഐ ഹാവ് എ ബ്രൂം. ദാറ്റ് ഈസ് ടു സേ ഐ ഹാവ് കളർഫുൾ ലൈഫ്, ഫ്രഷ് എയർ ആൻഡ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ. I ignore neighbors' ridiculous, the obsession of relatives and friends. I have a broom, I work. അപ്പോൾ ഈ ഒരു ലൈൻസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഈ ഒരു പറയുന്ന വ്യക്തി ഒരു സ്വീപ്പറാണ് അല്ലെ, ആ ഒരു ക്ലീനിങ് ഒക്കെയാണ് ജോലി. അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ കയ്യിലൊരു ചൂലുണ്ട്, എനിക്ക് കളർഫുൾ ആയ ഒരു ലൈഫ് ഉണ്ട്, അതിനപ്പുറം എനിക്കൊരു ഫ്രഷ് എയറും അതേപോലെ എനിക്ക് എൻ്റെതായ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ട്. ഐ ഹാവ് എ ബ്രൂം ദാറ്റ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ്. എനിക്കൊരു കളർഫുൾ ലൈഫും ഉണ്ട്, എനിക്ക് ഫ്രഷ് എയർസ് കിട്ടുന്നുണ്ട്, ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട്. പാത്ത് ഈസ് ദാറ്റ് സോ മൈ ഓൺ. ഓക്കെ, എനിക്ക് എൻ്റെതായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആവാം എന്ത്, ഈ ഒരു നെറേറ്റർ ഒരു സ്വീപ്പർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ജോലി ചെയ്യുന്നതിന് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യത ഉണ്ട്. ഓക്കെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അത്രയാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ലൈൻ, ഐ വിൽ ഇഗ്നോർ നൈബേഴ്സ് റിഡിക്കുലസ്, ദ ഒബ്സ്ട്രക്ഷൻ ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇവിടെ റിഡിക്കുലസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഹാസം എന്നാണ്. അത് ഫ്രണ്ട്സിന്റെ നൈബേഴ്സിന്റെ ഒരു പരിഹാസം. അതായത് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ടാവും. അത് ഫ്രണ്ട്സ്, നൈബേഴ്സ് അതുപോലെ എല്ലാവരും പരിഹസിക്കുന്നുണ്ടാകാം. ഒബ്സ്റ്റക്കിൾസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് പലതരത്തിലുള്ള തടസ്സങ്ങൾ. ഒബ്സ്റ്റക്കിൾസ് എന്ന മീനിങ് എന്താ? തടസ്സങ്ങൾ. പലതരത്തിലുള്ള തടസ്സങ്ങൾ അവർ ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെ നേരിടുന്നുണ്ടാവാം. ഐ ഹാവ് എ ബ്രൂം, ഐ വിൽ വർക്ക്. എനിക്ക് ചൂലുണ്ട്, എനിക്ക് നല്ലപോലെ അധ്വാനിക്കാൻ അറിയാം. അതൊക്കെ എന്ത് ചെയ്യുന്നു? ഐ വിൽ ഇഗ്നോർ. അതായത് അവർ പറഞ്ഞോട്ടെ, അവരെന്താ വെച്ചെങ്കിൽ പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ഒരു ബാധിക്കുന്ന വിഷയമല്ല. ഐ വിൽ ബ്രൂം, ഐ വിൽ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, ഞാൻ വെറുതെ ജോലി പിടിച്ച് അങ്ങോട്ടും ഇങ്ങനെ നടക്കല്ല, ഞാൻ ജോലിയാണ് ചെയ്യുന്നത്. ഐ സ്വീപ് അവേ ടുഡേ ആൻഡ് യെസ്റ്റർഡേസ് ഗാർബേജ്. അതായത് ഇന്നത്തെ നാളത്തെ ഒക്കെ സ്വീപ്പ് ചെയ്യുന്ന വേസ്റ്റ് ഗാർബേജ് ഒക്കെ സ്വീപ്പ് ചെയ്യുന്നത് ഞാനാണ്, അതെന്റെ ജോലിയാണ്. ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ്, അതായത് ഇവിടെ ഫിൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഴുക്ക്, ചെളി എന്നാണ് മീനിങ് വേണേട്ടാ. ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ് ഐ പുട്ട് ഓൺ എ ന്യൂ ക്ലോത്ത്സ്. അതായത് ഞാൻ എല്ലാ സ്ട്രീറ്റിലെയും അഴുക്കുകൾ തുടച്ചു മാറ്റുന്നുണ്ട്. അഴുക്കുകൾ സ്ട്രീറ്റിലത്തെ മാത്രമാണോ? അല്ല, ഇങ്ങനെ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള അഴുക്കും ഞാൻ തുടച്ചു മാറ്റുന്നുണ്ട്. ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്, മനുഷ്യന്മാരുടെ മനസ്സിലുള്ള അഴുക്കും ഞാൻ തുടച്ചു കളയുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ, ലുക്കിംഗ് ഇൻ ദ മിറർ ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദ മൈൽഡ്നെസ് ഓഫ് മൈ മദർ ഐസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, അതായത് എങ്ങനെയാണ് മിററിലേക്ക് നോക്കുമ്പോൾ അമ്മയായിട്ട് കണക്ഷൻ വരുന്നുണ്ട്, അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതായത് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് മിററിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ ന്യൂ വർക്ക് ക്ലോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിഫോം ആവാം. യൂണിഫോം ഇട്ട് മിററിലേക്ക് നോക്കുമ്പോൾ ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദ മൈൽഡ്നെസ് ഓഫ് എ മദർ ഐസ്. അതായത് ഇവിടെ മൈൽഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൃദുത്വം, അല്ലെങ്കിൽ മാധവം എന്നൊക്കെ പറയില്ലേ, മൃദുത്വം. ഒരു അമ്മയുടെ മൃദുത്വം നമുക്ക് ആ ഒരു ഐസിലേക്ക് നോക്കുമ്പോൾ കാണാം. അപ്പൊ ഈ ഒരു സെന്റൻസ് മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഭാഗം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. I will never again have to cast perplexed look into the street, into a corner, at a chorus of biblots. ഒരു ലൈൻ ഉണ്ട്, അതായത് പെർപ്ലെക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് worried, ഒരു നിരാശ, ഒരു വിഷമം, ഒരു വിഷമത്തോടുള്ള നോട്ടം, ആ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഒരിക്കലും ഭയത്തോടുള്ള ഒരു കണ്ണുകളോടെ വഴിയിലേക്കോ അല്ലെങ്കിൽ മൂലയിലേക്കോ ഒരു സ്ട്രീറ്റിലേക്കോ ഒന്നും ഞാനിങ്ങനെ നോക്കില്ല. ഇനി ഒരു വിഷമത്തോടു കൂടി ഞാൻ ഒരിക്കലും ഒരു സ്ട്രീറ്റിലേക്കോ ഒരു മൂലകളിലേക്കോ ഒന്നും നോക്കില്ല എന്നാണ് ഇവിടെ നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കിയേ. നെയ്തർ ഇൻ ദ പെയിന്റഡ് wrinkle ഓഫ് മൈ മദേഴ്സ് ബ്രോ മസ്റ്റ് ഐ ഡോഗ് ഫിയർ ഓഫ് മൈ ഇന്നബിലിറ്റി. അതിവിടെ ഞാൻ ഒരിക്കലും ഒരു വെറീഡ് ആയിട്ടുള്ള നോട്ടം കൊണ്ട്, ഒരിക്കലും ഒരു വെറീഡ് ആയിട്ട് ഒരു ഭയങ്കര വെറിയിലൂടെ ഒരു വിഷമത്തോടു കൂടി ഒരിക്കലും ബിൽ ബോർഡിലേക്കോ അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു ഭാഗത്തേക്കോ നോക്കില്ല. അതേപോലെ തന്നെ അമ്മയുടെ മുഖത്തൊരു ചുളി ഉണ്ടാവും, നെറ്റിയിലൊരു ചുളി, ആ ഒരു ചുളിയിലേക്കോ ഞാൻ ഇനി നോക്കില്ല, ഞാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മസ്റ്റ് ഐ ഡോജി ഫിയർ ഓഫ് ഇന്നബിലിറ്റി. ഇവിടെ ഡോജി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവോയ്ഡ് ആണ് കേട്ടോ, ഒരു ഫിയർ, ആ ഒരു
എൻ്റെതായ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെതായ ഒരു ഫിയർ, ഒരു പേടീനെ ഒരിക്കലും ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ഞാനിവിടെ എൻ്റെ പേടീനെ അവോയ്ഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. വിത്ത് ദ ബ്ലെസ്സിങ്സ്. എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യണത്? ബ്ലെസ്സിങ്. ആരുടെ ബ്ലെസ്സിങ് ആണ്? നമ്മുടെ സ്പീക്കറിന്റെ, അമ്മയുടെ കണ്ണുകളിൽ കാണുന്ന ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, അത് അനുഗ്രഹം. ആ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിയറിനെ ഒഴിവാക്കുന്നത്. ഓക്കെ, ആ ഒരു ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡോജി എന്നുള്ള ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും. അവോയ്ഡ് എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ തൻ്റെ അമ്മയുടെ കണ്ണുകളിലുള്ള ഒരു ബ്ലെസ്സിങ്, ആ ഒരു തിളക്കത്തോടു കൂടി, അനുഗ്രഹത്തോടു കൂടി തൻ്റെ ആ ഒരു ഫിയർ, ആ ഒരു പേടീനൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ചെയ്യുന്നത്. മൂവ് ഓൺ ദ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ബിഹൈൻഡ് മീ എ ക്ലീൻ സ്ട്രീറ്റ്. അതായത് നമ്മുടെ സ്പീക്കർ വൃത്തിയാക്കി പോവാണല്ലോ, അപ്പോൾ അതിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു ക്ലീൻ സ്ട്രീറ്റ്. അതായത് തന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കാണാനുണ്ട്. അത് കാണുമ്പോൾ സ്പീക്കറിനൊരു സന്തോഷം അല്ലെ. പിന്നെ ദ മോർണിംഗ് ബ്രീസ് ബിഹൈൻഡ് മീ, അതായത് തണുത്ത ഒരു കുളിർ കാറ്റ് തൻ്റെ ആ ഒരു തലോടുന്നത്, ആ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് ഇവിടെ കാണുന്നത്. ഒരു ഹോപ്പാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നീറ്റ്നെസ് ഒക്കെ കാണുമ്പോൾ തനിക്കൊരു സന്തോഷം, ഒരു ഹോപ്പ്, ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഹോപ്പ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കേട്ടോ. ഇനി ഇതിന്റെ ചെറിയൊരു ബ്രീഫ് സമ്മറിയും പിന്നെ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഐ ഹാവ് എ ബ്രൂം? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൻസർ നോക്കാം. The title of the poem I have a broom is very significant. Of the broom is a tool of empowerment. ഇവിടെ ബ്രൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചൂല്, അതൊരു എംപവർമെന്റിന്റെ ടൂളായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ദ പോയറ്റ് സേസ് ദാറ്റ് ഷി ഹാസ് എ ബ്രൂം ആൻഡ് ഇറ്റ് വാസ് എ കളർഫുൾ ലൈഫ്, ഫ്രഷ് എയർ ആൻഡ് ഹെർ ഓൺ പാത്ത്. അതായത് ആ ഒരു ബ്രൂം, അതായത് ആ ഒരു ജോലിയിലൂടെ അവളൊരു എംപവർമെന്റും അതുപോലെ അവൾക്കൊരു കളർഫുൾ ലൈഫും ഉണ്ട്. അതുപോലെ ഹോപ്പൊക്കെയാണ് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഷീ ഹാസ് എ സ്വീപ് അവേ ഓൾ ദ ഗാർബേജ് ഇൻ ദ സ്ട്രീറ്റ് ആസ് വെൽ ആസ് എ പീപ്പിൾ മൈൻഡ് ഓഫ് ഗാർബേജ് ആൻഡ് കോൺഫിഡൻസ്. ഇവിടെ അവള് സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഹോപ്പാണ് ഇതിൽ പറയുന്നത്. അതേപോലെ ആ ഒരു കോൺഫിഡൻസ് ഇതിൽ നമുക്ക് കാണാം. അവള് ഗാർബേജ് ഒക്കെ ക്ലീൻ ചെയ്ത് പിന്നിലേക്ക് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡും ഒരു ഫ്രഷ് എയർ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പൊ അതൊരു കോൺഫിഡൻസിനെയാണ് ഇവിടെ, അവളുടെ കോൺഫിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഷി ക്യാൻ റിമൂവ് ദ പെയിന്റഡ് wrinkles ഓഫ് ഹെർ ഓൺ മദേഴ്സ് ബ്ലെസ്സിങ്. അതായത് ലൈഫിൽ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ്, ഷി ക്യാൻ ബ്രാനിഷ് ഓഫ് ദ ബ്രൂം ആൻഡ് ദ വെപ്പൺ. ആ ഒരു അനുഗ്രഹത്തോടു കൂടി എല്ലാവിധ വിഷമങ്ങളൊക്കെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊരു വെപ്പണായിട്ട്, അതൊരു അനുഗ്രഹമാണ് ഇതിൽ വെപ്പണായിട്ട് പറയുന്നത്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. എന്താണ് ബ്ലെസ്സിങ്? മദറിന്റെ ബ്ലെസ്സിങ് ആണ് അവിടെ ഒരു വെപ്പണായിട്ട് പറയുന്നത്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വരും, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമന്റ് ഓൺ ദി ഇമാജിനറി ഓഫ് എംപ്ലോയിഡ് ഇൻ ദി പോയിന്റ്. അപ്പൊ ഈ ഒരു ഇതിലെ ഇമാജിനറി ഏതൊക്കെയാന്ന്, അപ്പൊ നമ്മുടെ പോയിന്റിനെ കുറിച്ച് ആദ്യം എഴുതുക. പിന്നെ ദ ബ്രൂം സിംബലൈസസ് എ വെപ്പൺ ഓഫ് ടൂൾ ഓഫ് എംപവർമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രൂം ചൂല് എന്തിനാണ് പറയുന്നത്? എംപവർമെന്റിനെയാണ് കാണിക്കുന്നത് ടൂളായിട്ട്. സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ ഇതൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുക. ദ ഇമേജ് ഓഫ് ദ മിറർ റിഫ്ലക്ട്. ഇവിടെ ഇമേജ് ഓഫ് ദ മിറർ റിഫ്ലക്ട് ചെയ്ത് ഏതാണ്? ട്രൂത്ത് ബിഹൈൻഡ് ദ മൈൻഡ്നെസ് ഓഫ് ഹർ മദേഴ്സ് ബ്രൗസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 2 തരത്തിൽ വരാട്ടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമേജറി, ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്തേന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് മിറർ എന്തിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, എന്തിനെയാണ്? ആ ഒരു മദേഴ്സിന്റെ മൈൻഡ്നെസ്, അമ്മയുടെ ഒരു മൈൻഡ്നെസ് ഓഫ് ഹെർ മദേഴ്സ് ബ്രോഡ്സ്. അമ്മയുടെ ആ ഒരു മൃദുത്വം, ആ ഒരു അനുഗ്രഹങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ ബ്രൂം ഹാസ് ഗിവൺ ഹിസ് എൻകറേജ് ഐഡന്റിറ്റി ആൻഡ് ഫെമിലിയർ റൂട്ട്സ്. അവളുടേതായ ഒരു ഐഡന്റിറ്റി തരുന്നത് ഈ ഒരു ജോലിയാണ്. ആ ഒരു ജോലിയിലുള്ള കോൺഫിഡൻസും ആ ഒരു സെൽഫ് കോൺഫിഡൻസും ആ ഒരു എംപവർമെന്റും ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതേപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഇതിൽ ഈ ഒരു മിറർ എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ആ ഒരു മദറിന്റെ ബ്ലെസ്സിങ്ങിനൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ദ മിറർ റിഫ്ലക്ട്സ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ മൈൽഡ്നെസ് ഓഫ് എ മദർ. ആ ഒരു അമ്മയുടെ മൃദുത്വം അതൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ആ ഒരു അമ്മയുടെ അനുഗ്രഹങ്ങളെ കാര്യങ്ങൾ. ഇത് നോട്ട് ചെയ്ത് വെക്കട്ടെ. ഇപ്പൊ ഈ ഒരു 2 ക്വസ്റ്റ്യനും 2 രീതിയിൽ വരാം. ആ ഒരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയരുത്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ ഒരു ബ്രൂം എന്ന് പറഞ്ഞ സാധനം എന്തിനെയാണ് കാണിക്കുന്നത്? ടൂളായിട്ട്. എംപവർമെന്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ 3 കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് കേട്ടാ. ബ്രൂം എന്താണ് മീൻ ചെയ്യുന്നത്? എംപ്ലോയ്മെന്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ 3 കാര്യങ്ങളെയും പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ബ്രൂം. അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം.
ഇതിലപ്പോൾ 2 മാർക്കിന്റെ ബ്രൂമിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തിനാണ് റിഫ്ലക്ട് ചെയ്യണേ, പിന്നെ മിറർ എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ 2 മാർക്കിന് വരും. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഡൗട്ട്സ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.